മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വെള്ളരിമലയുടെ താഴ്വാരത്തടക്കം നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ കാമൽ ഹംപ് മൗണ്ടെയ്ൻസിൽ 1000-ലേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും. യുനെസ്കോ അംഗീകരിച്ച അന്താരാഷ്ട്ര ജൈവവൈവിധ്യ മണ്ഡലമായ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖല. വയനാട്ടിലേക്കുള്ള പ്രവേശന കവാടമായ വൈത്തിരി മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി വരെ വ്യാപിച്ചു കിടക്കുന്ന ബ്രിട്ടീഷുകാർ വിളിച്ച കാമൽ ഹംപ് മൗണ്ടെയ്ൻസ് എന്ന 2000 മീറ്റർ വരെ ഉയരമുള്ള മലനിരകളിലെ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ 1000-ഓളം റിസോർട്ടുകളാണുള്ളത്. വൈത്തിരി, മേപ്പാടി, മുപ്പൈനാട് എന്നീ പഞ്ചായത്തുകളിലും തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലുമായിട്ടാണ് ഈ മലനിര വ്യാപിച്ചു കിടക്കുന്നത്. റിസോർട്ടുകളുടെ ഭാഗമായി മലമുകളിൽ മരം മുറിച്ചും മണ്ണിടിച്ചും നടത്തുന്ന നിർമ്മാണങ്ങളും തടയണ കെട്ടലുമടക്കമാണ് സോയിൽ പൈപ്പിങ്ങിനും ഉരുൾപൊട്ടലിനും ഇടയാക്കുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വാദം. ഈ മലനിരകളിലെ വെള്ളരിമല, ചെമ്പ്രമല, 900 കണ്ടി മല, അരുണമല എന്നിവിടങ്ങളിലായി 1000-ഓളം റിസോർട്ടുകളും ഹോം സ്റ്റേകളുമുള്ളതായി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പ്രസിഡന്റ് എൻ ബാദുഷ പറഞ്ഞു. ചെങ്കുത്തായ മലനിരകൾ ഇടിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് കുന്നിൻ മുകളിൽ റിസോർട്ടുകൾ വരുന്നത്. കാട്ടരുവിയിലെ നീരൊഴുക്ക് തടഞ്ഞ് തടയണ കെട്ടിയാണ് ഇവർ നീന്തൽക്കുളത്തിലേക്കുള്ള വെള്ളം വരെ സംഭരിക്കുന്നത്. മരം മുറിച്ചും തടയണ കെട്ടിയും ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്തിയുമുള്ള നിർമ്മാണങ്ങൾ മേൽമണ്ണ് ഇളകി കനത്ത മഴയിൽ ഉരുൾപൊട്ടലിന് ഇടയാക്കുമെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. കാമൽ ഹംപ് മൗണ്ടെയ്ൻസും ഈ മലവാരത്തെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, നൂൽപ്പുഴ, മേപ്പാടി എന്നീ സ്ഥലങ്ങളിലൊക്കെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അതീവ പരിസ്ഥിതി ലോല പ്രദേശമായി അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. വയനാട് ജില്ലയിൽ 3000-ലേറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. ടൂറിസം ഡയറക്ടർ അനുമതി നൽകിയിട്ടുള്ളത് കേവലം 22 ഹോം സ്റ്റേകൾക്കും 9 സർവീസഡ് അപ്പാർട്ട്മെൻറ്റുകൾക്കുമാണ്. റിസോർട്ടുകൾക്കും ഹോം സ്റ്റേകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് അടക്കമുള്ളവ ആവശ്യമുണ്ട്. എന്നാൽ ഇവയൊന്നുമില്ലാതെയാണ് അനധികൃത റിസോർട്ടുകൾ അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ റിസോർട്ടുകളെക്കുറിച്ച് യാതൊരു കണക്കും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനും ടൂറിസം വകുപ്പിൻ്റെയും പക്കലില്ല. കേശവേന്ദ്രകുമാർ വയനാട് കളക്ടറായിരിക്കെ 2015-ൽ വയനാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ദുരന്ത നിവാരണ നിയമപ്രകാരം നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ എന്നീ നഗരസഭകളിൽ പരമാവധി 5 നില വരെയുള്ള കെട്ടിടങ്ങൾക്കും പഞ്ചായത്തുകളിൽ 3 നില കെട്ടിടങ്ങൾക്കുമാണ് അനുമതി നൽകിയിരുന്നത്. വൈത്തിരി പഞ്ചായത്തിൽ 2 നില കെട്ടിടങ്ങൾക്ക് മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കളക്ടർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഈ നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ച് വൻകിട കെട്ടിടങ്ങളാണ് വയനാട്ടിൽ ഉയരുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തങ്ങളെ തുടർന്നുണ്ടാക്കിയ കെട്ടിട നിർമ്മാണ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതും ഭീഷണിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.